എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. സോ ഗൈസ്, ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ ഓഫ് യു. ഹാപ്പി 2025. നമ്മൾ 2024 2025 വന്നിരിക്കുകയാണ്. എനിക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല, പ്രത്യേകതയൊന്നും തോന്നിയില്ല. ജസ്റ്റ് ഒരു ദിവസം അങ്ങോട്ട് മാറി, പിന്നെ കുറച്ച് പ്രായം കൂടി എന്നല്ലാതെ വേറെ പ്രത്യേകതയൊന്നുമില്ല. അപ്പോൾ നല്ലൊരു ന്യൂ ഇയർ ആയിട്ട് നല്ലൊരു വീഡിയോ കാണണമെന്ന് വിചാരിച്ചാൽ, പക്ഷേ എവിടെയും പോകാനൊന്നും പറ്റിയില്ല. ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി. പിന്നെ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനു മുമ്പ് ഒരു വീക്ക് എനിക്ക് ഹോളിഡേ ആയിരുന്നു, ലോക്കൽ ലീവിലായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് മൗണ്ടൻസ് അവിടെ ഇവിടെയൊക്കെ കവർ ചെയ്ത് നമ്മളെ മെത്തായിനിങ് ജിയേഷനൊക്കെ ആയിട്ട് കുറച്ച് കറങ്ങലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയൊക്കെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കാലിന് ചെറിയൊരു പ്രശ്നം പറ്റി. അപ്പോൾ ഇപ്പോഴും അത് പൂർണ്ണതയിലെത്തിയിട്ടില്ല. നടക്കുമ്പോൾ ചെറിയൊരു ഇളക്കുണ്ട്, ഒരു ചെറിയ വേദനയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എവിടെയും പോകാത്തതുകൊണ്ട് ഞാനങ്ങനെ താടിയൊക്കെ അങ്ങനെ വടിക്കാതെ വിട്ടു. അപ്പോൾ ജസ്റ്റ് ഒരു റഗഡ് ലുക്ക്, ഒരു കൗബോയ് ലുക്കിൽ എന്നൊക്കെ പറയുക പോലെ. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് പോയി മാറ്റണം. അപ്പോൾ ഞാനൊന്നൊരു ഹെയർ കട്ടിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ ട്രിമ്മിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളെ പുതിയ ലുക്ക് എങ്ങനെയുള്ളത് കാണിച്ചു തരാം. ഇപ്പോഴത്തെ ഒരു അടിപൊളി ലുക്കിൽ നിന്ന് ഇനിയും അടിപൊളിയാക്കാൻ പറ്റുമെന്ന് നോക്കാം. സോ ഞാനിപ്പോൾ സലൂണിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ സലൂണിൽ പോയി വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മറ്റൊരു കാഴ്ച കാണിച്ചു തരാം. ഞങ്ങൾ മദ്ദയിൽ പോയപ്പോൾ അവിടെ ഒരു നൈറ്റ് മാർക്കറ്റ് ഉണ്ട്. നൈറ്റ് മാർക്കറ്റ് ഒരു ഫുഡ് സ്ട്രീറ്റ് പോലെ. അതൊരു ചെറിയൊരു ഏരിയയിലാണ് മദ്ദയിലുള്ളത്. അപ്പോൾ അവിടെ ശരിക്കും ഒരു 4:30-5 മണി സമയം കഴിഞ്ഞാലാണ് മാർക്കറ്റ് ശരിക്കും ഓപ്പൺ ആവുന്നത്, ആ ഒരു ഫുഡ് സ്ട്രീറ്റ്. വലിയ സെറ്റപ്പ് ഒന്നുമല്ല, ബട്ട് ഇറ്റ്സ് എ ക്വൈറ്റ് ഗുഡ് പ്ലേസ്. അതിൽ ഏറ്റവും ഒരു അട്രാക്റ്റീവ് എലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ദിറംസിന് ഒരു കബാബ് കിട്ടും. ഒരു മട്ടൺ കബാബോ ബീഫ് കബാബോ ചിക്കൻ കബാബോ 3 ദിറംസിന് തൊട്ട് നമുക്ക് ആ റേറ്റ് തുടങ്ങുകയാണ്. ആൻഡ് ഇറ്റ്സ് ക്വൈറ്റ്, ഇവിടുത്തെ ഒരു റേറ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ 3 ദിറംസ് ഡെഡ് ചീപ്പ്. അപ്പോൾ ആ ഏരിയ ഒക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇറ്റ് വാസ് ഞങ്ങൾ ഭക്ഷണം ട്രൈ ചെയ്തില്ല. ബിക്കോസ് ഞങ്ങൾ ഓൾറെഡി ഭക്ഷണം കഴിച്ചിട്ടാണ് അവിടെ എത്തിയത്. അപ്പോൾ അത്ര വിശപ്പുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ട്രൈ ചെയ്തില്ല. ബട്ട് ഡെഫിനറ്റ്ലി ഞാനും മത്തായും ജിജേഷും കൂടിയിട്ട് അടുത്ത് പോകുന്നുണ്ട്. അല്ലെങ്കിൽ അവരില്ലെങ്കിൽ ഞാൻ റെജി ആയിട്ട് പോകും. ഡെഫിനറ്റ്ലി ഐ എം ഗോയിങ് ടു ഗോ ദെയർ ആൻഡ് ട്രൈ ഇറ്റ് ഔട്ട് ഹൗ ദ ഫുഡ് ഈസ്. 3 dirhams എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓൾറെഡി എക്സൈറ്റഡ് ആയി. സോ ഐ വോണ്ട് ടു സീ വിത്ത് ദ ക്വാളിറ്റി ഈസ് റിയലി ഗുഡ്. ബട്ട് കണ്ടിട്ടെല്ലാം എനിക്ക് നല്ല ക്വാളിറ്റി, ബിക്കോസ് അവിടെ വന്ന് കഴിക്കുന്നതെല്ലാം ലോക്കൽസും അങ്ങനത്തെ ആൾക്കാരൊക്കെ. അപ്പോൾ അവരെന്തായാലും ലോക്കൽസിന് എന്തായാലും അവർ പറ്റിക്കാൻ നോക്കില്ല. ലോക്കൽസ് അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോവില്ല, അങ്ങനെ തല്ലിപ്പൊളി ഫുഡ് കിട്ടുന്ന സ്ഥലത്ത്. സോ നിങ്ങൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരും. അപ്പോഴേക്കും ഞാൻ എൻ്റെ മുടിയൊക്കെ വെട്ടിയിട്ട് ഞാൻ തിരിച്ചു വരാം, പുതിയ ലുക്കിൽ തിരിച്ചു വരാം. ഗായ്സ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രിൽ ഐറ്റംസ് ആണ് കൂടുതൽ കിട്ടുന്നത്. ഇതൊരു നൈറ്റ് മാർക്കറ്റാണ്. നമ്മളിപ്പോൾ മദ്ദയിലല്ലേ, മദ്ദയിലുള്ള നൈറ്റ് മാർക്കറ്റാണ് ഈ കാണുന്നത്. നെക്സ്റ്റ് ടു ദ പെട്രോൾ സ്റ്റേഷൻ. ഇവിടെ പെട്രോൾ അടിക്കാൻ വില കുറവാണ്. ഒപ്പം ഇതുപോലെ വന്നു കഴിഞ്ഞാൽ അടിപൊളി ബാർബക്യൂ, അങ്ങനെ കുനാഫ, ഇപ്പോഴത്തെ എമറാത്തി ടൈപ്പ് ഡിഷസ് ഉണ്ടല്ലേ. 45-50 ദിറംസ് വ്യത്യാസം ഫുൾ ടാങ്ക് അടിച്ചുണ്ട് എൻ്റെ വണ്ടിക്കല്ലേ. ഭായ് ये कितने बजे खुलेगा? 2:30 बजे. അവിടെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ടെന്ന് കേട്ടോ, തുറന്നിട്ടുണ്ടെന്ന്. അവിടെ ഇരിക്കാൻ ഇഷ്ടംപോലെ ഏരിയ ഉണ്ട് കേട്ടോ ഇതിനുള്ളിൽ. ഇല്ലേ, നമുക്കിവിടെ അതാ ഓൾറെഡി ഒരു ചൂടാക്കിക്കൊണ്ടിരിക്കുന്നു. ഫയറല്ലാട്ട് ഗ്രില്ല് ചൂടാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മളൊന്ന് ആഞ്ഞ് പിടിച്ചാൽ ചിലപ്പോൾ ഒരു ആഞ്ഞ് ഉണ്ടാക്കിത്തരും. കൊള്ളാം ഏരിയ ഫുള്ള് മറ്റേ ഗ്രില്ലിൻ്റെ സംഭവം കേട്ടോ. എന്താ അച്ചാറാണോ? ക്യാ പിക്കള ക്യാ അച്ചാർ? ഓക്കെ. അയ്യോ ചാടു. ഇവർ തുറന്നിട്ടുണ്ടോ? അവന് തുറന്നിട്ടുണ്ട്.
ഒരു കട തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ട്രയൽ നടത്തണം വേണ്ട. എവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവർ. ഹോട്ട് ഡോഗ്സ്, തിക്ക, ഷ്രിംസ്, ബീഫ് തിക്ക 3 dirhams. ഓ അത്രയും 3 dirhams. അവർ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയുണ്ട്, ഈ ഭാഗത്തും തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ മുടിയൊക്കെ വെട്ടി ഒരു ചെറിയ ബിയർഡ് ട്രിമ്മൊക്കെ കഴിഞ്ഞ് പുറത്ത് വന്നിരിക്കുകയാണ്. കണ്ടില്ലേ, ചുള്ളനായിട്ടുണ്ട്. ഡൈ ചെയ്തില്ല, ബിക്കോസ് എനിക്ക് അടുത്ത ആഴ്ച നാട്ടിൽ പോകേണ്ടതാണ്. അപ്പോൾ അതിനു മുമ്പ് ഡൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതൊക്കെ കറുത്ത് ഇതാവും, പിന്നെ വീണ്ടും ഡൈ ചെയ്യാൻ നിൽക്കണം. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു അടുത്ത ആഴ്ച നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഡൈ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ഫാഷൻ ഇതൊക്കെയാണല്ലോ, നമ്മളെ സോൾട്ട് ആൻഡ് പെപ്പറൊക്കെയാണുള്ള ഫാഷൻ. അപ്പോൾ ഞാനും കുറച്ച് ദിവസം ഷോൾട്ട് ആൻഡ് പെപ്പറിൽ നടക്കാൻ എന്ന് വിചാരിച്ച് തീരുമാനിച്ച്. അപ്പോൾ നിങ്ങൾക്ക് മധ്യയിലെ നൈറ്റ് മാർക്കറ്റിൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് മസാഫിയിലേക്കാണ്. മസാഫിയിൽ ശരിക്കും അവിടുത്തെ ഒരു ഫ്രൈഡേ മാർക്കറ്റിൽ ഒരു സ്പെഷ്യൽ സാധനമുണ്ട്, നമ്മളെ ഈ ഇളനീർ ഷേക്ക്. ഈ ഇളനീർ ഷേക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത്. പക്ഷേ ചെന്ന് പെട്ടത് ഫ്രൈഡേ മാർക്കറ്റിലല്ല, വേറൊരു മാർക്കറ്റിലാണ് അതിൻ്റെ അപ്പുറത്തുള്ളത്. അപ്പോൾ ഗായ്സ്, മത്തായിക്ക് ഓറഞ്ച് മേടിക്കാൻ വന്നതാണ് അവിടെ. ഉണ്ടോ ഓറഞ്ച് നിൽക്കുന്നുണ്ടില്ലേ ഗായ്സ്? നമ്മൾ മസാഫിയിലാണുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് ചെടികളൊക്കെ മേടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവിടെ മാത്യുവിന് എന്തോ ഓറഞ്ചിൻ്റെ ചെടിയൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞിട്ട്, പിന്നെ വാഴയോ അങ്ങനെ പല ടൈപ്പ് സാധനങ്ങൾ നോക്കാനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക, നമ്മളെ ചെടികൾ വിൽക്കുന്നൊരു ഏരിയ ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ അവിടെ ചെന്ന് ഈ പറഞ്ഞ പോലെ ചായ കുടിച്ചു. ചായ ഒന്നും അത്ര വലിയ, ഈ കറക്റ്റ് ടീയാണ്. അപ്പോൾ കറക്റ്റ് ടീ അത്ര എനിക്ക് വലിയ ഇഷ്ടമല്ല. എനിക്ക് സമോർ ടീ ഇഷ്ടം. ഫ്രഷ് മിൽക്കാണ്, എന്നാലും കറക്റ്റ് ടീ അല്ല, ഫ്രഷ് മിൽക്ക് ടീ തന്നെയാണ്. പക്ഷേ എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഈ റെയിൻബോ മിൽക്കിനേക്കാളും ബെറ്റർ ആയിരുന്നു ഫ്രഷ് മിൽക്കുള്ള ടീ. അപ്പോൾ ഞങ്ങൾ മസാഫിൽ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് എന്താ ഒരു വളരെ എന്താ പറയുക, ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവം കണ്ടു. അവിടെ ഈ പറഞ്ഞ കുറേ വർക്ക്ഷോപ്സും അങ്ങനെയൊക്കെ സംഭവം. അപ്പം ഞാൻ ആദ്യം വിചാരിച്ച് ഈ കാറുകളൊക്കെ നന്നാക്കുന്ന വർക്ക്ഷോപ്പായിരിക്കും, അങ്ങനത്തെ സംഭവങ്ങളായിരിക്കും. പിന്നെ മനസ്സിലാക്കിയത് അവിടെ ഈ പല ഈ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിന് ഇപ്പം നമ്മളല്ലേ ഈ ബാർബക്യൂ സ്റ്റാൻഡ് അങ്ങനെയുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ കാരവാൻസ്, അതുപോലെ പോർട്ടബിൾ ടോയ്ലറ്റ്സ്, അങ്ങനെ പിന്നെ ചെറിയ മിനിയേച്ചർ വീടുകൾ, നമ്മൾ ഈ ഫാം ഹൗസസിലൊക്കെ കൊണ്ടുപോയി വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റുഡിയോ റൂം പോലത്തെ ഒരു സംഭവമല്ല, ജസ്റ്റ് ഒരു ഷാലെ പോലെ, അങ്ങനത്തെ ഷാലേസ്, അങ്ങനെ വ്യത്യസ്തമായ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കണ്ടിട്ട് ഭയങ്കരമായിട്ടൊരു കൗതുകം തോന്നി. ഇവിടെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ USA അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലത്തെ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അവിടുന്ന് ആൾക്കാർ ഇത് കൊണ്ടുവരുന്ന കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പോലും, കേരളത്തിൽ പോലും ഇങ്ങനത്തെ സംഭവം സെറ്റപ്പോ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ സംഭവമൊക്കെ ഉണ്ടാക്കുന്നത്, കാരവാൻസോ ഇതൊക്കെ. കാരവാൻസ് പറയുന്നത് നമ്മൾ സാധാരണ വണ്ടി മോഡിഫൈ ചെയ്ത് കാരവാൻ പോലെ ആക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷെ ഇതുപോലെ ഒരു കാരവാന് വേണ്ടി കാരവാൻ ഉണ്ടാക്കി അതുപോലത്തെ ഷേപ്പിലൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്നു ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഭയങ്കര എന്താ പറയുക, അത് ഭയങ്കര ഒരു സക്സസ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണെന്ന് എനിക്ക് തോന്നുന്നത്. പല ആൾക്കാരും ക്യാമ്പിങ്ങിനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ പോയി തുടങ്ങിയത്. പണ്ടൊക്കെ നമ്മളെപ്പോലത്തെ വളരെ കുറച്ച് ആൾക്കാരൊക്കെ ഈ ക്യാമ്പിങ്ങിനൊക്കെ പോയിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ, ഈവൻ മലയാളീസ് എല്ലാവരും, ഇന്ത്യൻസ്, ഓവറോൾ എല്ലാ നാഷണാലിറ്റീസും ഇവിടെ ഇപ്പോൾ ക്യാമ്പിങ്ങിന് പോകുന്നുണ്ട്. അതിന് ഓവർനൈറ്റ് സ്റ്റേ ചെയ്യുന്നുണ്ട്, ഡെസേർട്ടിൽ പോകുന്നുണ്ട്, മൗണ്ടൻസിൽ പോകുന്നുണ്ട്, ഓഫ് റോഡിങ് ചെയ്യുന്നുണ്ട്. ഒരുവിധമുള്ള എല്ലാ ഫാമിലീസിൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ഓഫ് റോഡ് വണ്ടി എടുക്കുന്നുണ്ട് അവർ. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഓഫ് ഔട്ട്ഡോർ ലിവിങ് അതൊക്കെ മാറി. ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഗാർഡനിൽ പോയിരിക്കുക, തിരിച്ചു വരിക,
ഒരു കാപ്പി ഇടുക, അല്ലെങ്കിൽ ഒരു ബാർബിക്യൂ അടിക്കുക, പിള്ളേരൊക്കെ ആയിട്ട് പോവുക. ഇതൊക്കെയായിരുന്നു വല്ല ഒരു ബീച്ചിൽ പോവുക. ഇതൊക്കെയായിരുന്നു പണ്ടത്തെ ഒരു ഔട്ട്ഡോർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദുബായിലെ ഷാർജയിലൊക്കെ. പക്ഷെ ഇപ്പം അതൊക്കെ കംപ്ലീറ്റ്ലി മാറിയാണ്. ഇപ്പോൾ കുറച്ചുകൂടി ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാർ മാറി. ഇപ്പോൾ ഓഫ് റോഡിങ് ചെയ്യുക, ഫാമിലിയൊക്കെ ആയിട്ട് പോയിട്ട് ഒരു 4-wheel ഡ്രൈവ് എടുത്തിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, അതുപോലെ മൗണ്ടൻസിൻ്റെ മുകളിൽ പോവുക, അവിടെ എക്സ്പ്ലോർ ചെയ്യുക, അതുപോലെ വാട്ടർഫോൾ ഈ വാദിയിലൊക്കെ കറങ്ങപ്പോൾ ഞാനൊക്കെ പോകുന്ന പോലെ മാത്യുവിനൊക്കെ ആയിട്ട് പോയില്ല. അപ്പോൾ അങ്ങനെ ഒരു ട്രിപ്പ് പോവുക മൗണ്ടൻസിൻ്റെ ഇടയിൽ കൂടെയൊക്കെ. അങ്ങനത്തെ ഒരു എക്സ്പ്ലോറിങ് മെൻറ്റാലിറ്റി ആയി തുടങ്ങി ഇപ്പോൾ ആൾക്കാർക്ക്. അതുകൊണ്ട് തന്നെ ഈ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിന് അനുബന്ധമായിട്ടുള്ള സംഭവങ്ങളൊക്കെ വലുതായി തുടങ്ങിയ ഈ ബഗീസിൻ്റെ ബിസിനസ്, അതുപോലെ ഇതുപോലത്തെ ക്യാബിൻസ് അല്ലെങ്കിൽ കാരവാൻസ്, നമുക്ക് ട്രോളി നമ്മൾ പുള്ളി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന അതൊക്കെ ഉണ്ടല്ലോ ഈ കാരവാൻസ് ഒക്കെ, അതൊക്കെ ഇപ്പോൾ ബിസിനസ് കൂടി തുടങ്ങിപ്പോകും. അപ്പോൾ ക്യാമ്പിങ്ങിൻ്റെ എക്യുപ്മെൻറ്റ്സ്, ടെൻസ്, അതിന് പറ്റിയ യൂട്ടൻസിൽസ് എല്ലാം അങ്ങനെ ആ ഒരു സെറ്റപ്പ് തുടങ്ങിയ ആ ഒരു സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ല, ഇവിടെ ഔട്ട്ഡോർ ലിവിങ്ങിനെ പറ്റിയ കുറേ സംഭവങ്ങളൊക്കെ കൂടെ ഞാൻ കണ്ടു. പിന്നെ അതുപോലെ തന്നെ അവിടെ കണ്ടത് ഈ എന്താ പറയുക ഫൗണ്ടെയിൻസ്, അതുപോലെ തന്നെ ഗാർഡനിൽ വെക്കുന്ന പലതരം അനിമൽസിൻ്റെ സ്റ്റാച്യൂസ്, അങ്ങനെ വമ്പൻ സെറ്റപ്പ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു എ ഫ്രെയിം വീട്, അതിൻ്റെ ഒപ്പം തന്നെ വേറെ കുറേ പുൽക്കൂട് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറേ ചെറിയ ഒരു എന്താ പറയുക ഈ ചെറിയ നമ്മൾ ഗാർഡനിലൊക്കെ വെക്കാൻ പറ്റുന്ന ചെറിയ ഇതുണ്ടല്ലോ ഇരിപ്പിടങ്ങൾ പോലെ, അങ്ങനത്തെ ഒരു പുല്ലുകൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള സെറ്റപ്പ്. അതിനെന്താ കറക്റ്റായിട്ട് പറയാമെന്ന് എനിക്ക് അറിയില്ല. അത് ഭയങ്കര കൗതുകം തോന്നിയത് കണ്ടപ്പോൾ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ UAE തന്നെ ഇത് ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളൊരു വമ്പൻ സെറ്റപ്പിൻ്റെ അടുത്ത് പോയിട്ട് ഒരു എവിടെയാണ് പോയത്, എവിടെയാണെന്ന് ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. അതൊക്കെ ജസ്റ്റ് ഒരു എന്താ പറയുക നമ്മളൊരു ട്രേഡ് സീക്രട്ടാണ്. അപ്പോൾ പക്ഷെ ഒരു പുള്ളിയുടെ ഫാമിൽ പോയി, ഒരു ലോക്കലിൻ്റെ ഫാമിൽ പോയി. അവിടെ ചെന്നപ്പോൾ കുറേ ആടും പശുവും പോത്തും എരുമയും പിന്നെ കുറേ ആമകളും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടു ഇവിടെ വന്നപ്പോൾ. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട അവിടെ വന്നപ്പോൾ പുള്ളി എനിക്ക് എരുമപ്പാൽ കൊണ്ട് ചായ ഉണ്ടാക്കി തന്നു. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ്. ഞാൻ ഡൽഹിയിൽ വണ്ടവളിനോട് പോയപ്പോൾ കഴിച്ചതാണ് എരുമപ്പാൽ കൊണ്ടുള്ള ചായ. പിന്നെ കഴിക്കുന്നുള്ളൂ. അതൊരു വല്ലാത്ത ടേസ്റ്റാണെന്നുണ്ട്. ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു സംഭവം. ഞാൻ എന്നിട്ട് പുള്ളിയോട് ചോദിച്ചു, ഈ എരുമപ്പാൽ ഇവിടെ വന്നു കഴിഞ്ഞ് മേടിക്കാൻ കിട്ടുമോ ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു എപ്പോൾ വന്നാലും തരാം, നിങ്ങൾക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. എരുമപ്പാൽ ഭയങ്കര കട്ടിയാണ്. ഈ പശുപാലിനേക്കാളും കുറച്ചുകൂടി കൊഴുപ്പ് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ചായ ഉണ്ടാക്കാൻ ബെസ്റ്റ് സാധനമാണ്, നല്ല കൊഴുപ്പ്. പക്ഷെ പുള്ളിയുടെ ചായ ഒരു ഡിഫറൻസ് ആയിരുന്നു. ഒരു എമറാത്തി ആയതുകൊണ്ട് പുള്ളി ഉണ്ടാക്കുന്ന കറക്റ്റ് ചായ പോലെ കുറേ മസാലയൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയ നമ്മളെ ആ ഒരു സ്റ്റൈലിൽ ചായ അത് വെച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ ഇതിലും കിടിലാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒന്ന് പോയിട്ട് പുള്ളിയുടെ ഒരു കുറച്ച് പാല് മേടിക്കണം ഒരു ദിവസം പോയിട്ട്. പാല് ഒരു പുള്ളി അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ദിവസം പോയി മേടിക്കണം, എന്നിട്ട് ചായ ഉണ്ടാക്കിയിട്ട് നമുക്ക് നോക്കണം. അപ്പോൾ എന്തായാലും ഇതൊക്കെയായിരുന്നു നമ്മളെ ഈ ഒരു ട്രിപ്പിലെ അവസാന ഭാഗങ്ങൾ. പക്ഷെ അത് ഞാൻ കാണിക്കാൻ പറ്റിയില്ല, മുമ്പത്തെ വീഡിയോസൊന്നും കാണിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി, ന്യൂ ഇയർ അതൊക്കെ ആയിരുന്നു. അപ്പോൾ എനിവേ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ ഓഫ് യു അഗെയിൻ. ഇനിയും നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാൻ പറ്റുമെന്ന് വിചാരിക്കും. ഞാനിപ്പോൾ കുറച്ച് കഴിഞ്ഞ് നാട്ടിൽ പോകുന്നുണ്ട്. നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇനി വീഡിയോസ് ഉണ്ടാക്കാൻ സമയം കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നോക്കാം, എവിടെയെങ്കിലും നല്ല സ്ഥലത്ത് പോകണം ഞാൻ വീഡിയോ എന്തായാലും എടുക്കുക. എന്നെ സംബന്ധിച്ച് ഞാൻ എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ റെക്കോർഡ് ചെയ്യും. പക്ഷേ അത് നല്ല വീഡിയോ ആണെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അത് അവതരിപ്പിക്കാറില്ല. അല്ലെങ്കിൽ തല്ലിപ്പൊളി വീഡിയോസ് ആണെങ്കിൽ ഞാൻ മാത്രം വെറുതെ സെൽഫി എടുക്കുന്ന വീഡിയോസ് ആണെങ്കിൽ ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്യാറില്ല. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എൻ്റെ റിവാംപ്ഡ് ലുക്ക് എങ്ങനെയുണ്ടെന്ന് ഒന്ന് പറയൂ. മിൽക്ക് കൊടുക്ക്. Oh, you're going to feed him? Wow, now they have become... You need to charge them for your feeding the animal. Oh, now I see who's giving now he's learning. Yeah, he learned very Before I have fast. to open his mouth, Still, he's not holding it nicely. It will take another 1 or 2 days, he'll be perfect. No, I think you have to, because he is used to sucking like this, right? From mother, From up, so you have to like look up. See like that, see? Mashallah, you have idea. I know. I see it in Kerala, no? Okay. When I, Juju? Who's feeding the baby now? I know. yes. Huh?
this my wife says this much care I have not given to my baby.